നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ്? സോ ഞാനാണ് മുസ്ലിം ഇതില്, പിന്നെ ഹിന്ദു. സോ അറിയാലോ, ഒരു പെണ്ണ് പ്രത്യേകിച്ച് മുസ്ലിം ആവുമ്പോൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് അത് പോകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടില്. മെസ്സേജ് അല്ല, റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ എന്താ പറയാ, അപ്പൊ എന്താ പറയാ, ഇങ്ങനെ നമ്മള് പബ്ലിക് ഒന്നും അല്ലല്ലോ, പ്രൈവറ്റ് ആക്കി വെച്ച് അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇത് 2-3 ഇങ്ങനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കാണും. അപ്പൊ കണ്ട സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ വണ്ടി എടുത്തപ്പോ അപ്പൊ അവള് വണ്ടി എടുത്ത് വരും. ഇതിന്റെ നമ്പറൊക്കെ ഫോട്ടോ എടുത്ത് ഇതൊക്കെ ആരുടെ പേരിലുള്ള വണ്ടികളാന്ന് അറിഞ്ഞിട്ട് എന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. ആരാന്നോ എനിക്ക് അറിയത്തില്ല. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ പോഡ്കാസ്റ്റ്. ഇന്ന് നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മുടെ 3rd ഗസ്റ്റ് ഉണ്ട്. UK ഒരു ക്യൂട്ട് കപ്പിൾസ് ആണ്, ഷഹല ആൻഡ് അശ്വിൻ. ലെറ്റ്സ് വെൽക്കം ഷഹല ആൻഡ് അശ്വിൻ. ഗൈസ് ഹായ്. ഹലോ, സുഖല്ലേ? അപ്പൊ സുഖം. അവിടെ ഇപ്പോ നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് എത്ര ഒരു 1.5 year ആയിരുന്നു തോന്നല്ലേ? അതെ, 1.5 years. ലൈക്ക് നിങ്ങളൊന്ന് എന്താ ചെയ്യണേന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? സോ ബേസിക്കലി ഞാൻ നഴ്സാണ്. ഞാൻ നഴ്സാണ്. ലൈക്ക് നോർമലി നാട്ടിൽ നിന്ന് നേഴ്സായിട്ട് ഇവിടെ എക്സാം എഴുതി ഇങ്ങോട്ടേക്ക് വന്നതാണ്. സോ ഇവിടെ അതായിട്ട് വർക്ക് ചെയ്യും. NHS ഇപ്പം വർക്ക് ചെയ്യുന്ന നഴ്സായിട്ട്. രണ്ടുപേരും NHS അല്ലേ? ഞാൻ NHS ഇപ്പം ഇറങ്ങി. ജസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ ലൈക്ക് ഞാൻ പുതിയ ജോബ്സ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ. നിങ്ങള് ഒരാള് ഹിന്ദു, ഒരാൾ മുസ്ലിം അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറിയുടെ തുടക്കം? ഇപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ലൈക്ക് ഇപ്പോൾ ഒരു മുസ്ലിം കുട്ടിയായിട്ട് നമുക്കൊരു റിലേഷൻ ആണെങ്കിൽ തന്നെ നമുക്കത് നടക്കൂല്ല എന്നുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ഇപ്പോൾ നമുക്ക് എത്ര ഇഷ്ടമാണെങ്കിലും നമ്മളിപ്പോൾ അത് പറഞ്ഞില്ല എന്നൊക്കെ വരാം, ആ ഒരു ഇത് കാരണം. നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ്? സോ ഞാനാണ് മുസ്ലിം ഇതില്, പിന്നെ ഹിന്ദു. സോ അറിയാലോ, ഒരു പെണ്ണ് പ്രത്യേകിച്ച് മുസ്ലിം ആവുമ്പോൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് അത് പോകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടില്. സോ ആദ്യം നമ്മളും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ആരോടും പറയാണ്ട്. പിന്നെ ഏകദേശം 4.5 വർഷം അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെയാണ്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇവൻ അവിടുത്തെ നഴ്സായിരുന്നു. അപ്പോൾ ഞാൻ പോസ്റ്റിങ്ങിന് പോകുമല്ലോ നമ്മള്. ഇത് ആക്ച്വലി നടക്കുന്ന വെച്ചാൽ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പയ്യന്നൂർ സ്ഥലത്ത് കോളേജ് അല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോ ഇവരുടെ ഒരു ക്രിസ്ത്യൻ കോളേജ് ആണ് അവിടെ. കറക്റ്റ് പറയുന്നെങ്കിൽ അത് ലൊക്കേഷൻ പഴയങ്ങാടി, അവിടെയാണ് കോളേജ്. അപ്പൊ അവിടുന്ന് ചില സ്റ്റുഡൻസിന് ഇവിടത്തേക്ക് പോസ്റ്റിംഗ് ഇടും ഗവൺമെന്റിലേക്ക്. സെക്കൻഡ് ഇയേഴ്സിന് ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ ലൈക്ക് കാഷ്വാലിറ്റി ഓരോ വാർഡിലും പിന്നെ ഈ എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഇടും. സോ സ്പെഷ്യലി മെയിൽ നഴ്സസ് ഗവൺമെന്റിൽ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ സൈക്കാട്രി, ഡീഡിക്ഷൻ പിന്നെ കാഷ്വാലിറ്റി വാർഡൊക്കെ ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ പുള്ളിക്കാരി കുറച്ച് ടീമും അവിടെ കാഷ്വാലിറ്റിയിൽ ക്ലാസ്സിനും കാര്യമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യല്ലോ, തട്ടൊക്കെ ചുറ്റി കാണാൻ കുറച്ച് ഭംഗിയല്ലോ. അപ്പോൾ നമ്മള് ഒരു ക്രഷ് അടിച്ചു. പക്ഷെ നമ്മളെ സ്റ്റാൻഡ് കീപ്പ് ചെയ്തിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യണം, മെഡിസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെറിയ ക്ലാസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങ് വിട്ടു. പിന്നെ ഫ്രീക്വന്റ്ലി ഡ്യൂട്ടിക്ക് വരും, കാണും. ഇവരെ ക്യാൻറ്റീൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യും, ഫുഡൊക്കെ കഴിക്കും. ലൈക്ക് ഞങ്ങൾ വേറെ ഫുഡ് കഴിക്കും, ഇവര് വേറെ ടൈപ്പ് ഓഫ് ഫുഡ് കഴിച്ച് ഇവർ സെറ്റ് ആവും. അപ്പൊ പിന്നെ ടച്ച് വിട്ടു. ലൈക്ക് എനിക്ക് കോണ്ടാക്ട് ഇല്ല, ആളെ പേര് പോലും അറിയില്ല ആ സമയത്ത്. ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോ പിന്നെ എനിക്കിവനെ, കാരണം നമുക്കറിയാം ഞാൻ എന്താ പറയാ, ഞാൻ മുസ്ലിമാണ്, ഹിന്ദു ആണ്, നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. ലൈക്ക് ഞാൻ ഇവനെ പോയി എന്താ പറയാ പ്രേമിക്കുന്നോ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അതിന് വലിയ മൈൻഡൊന്നും ആക്കില്ല ഇവനെ, അതാണ് സംഭവം. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം എന്തോ, അപ്പൊ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. 3rd year ആണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ എനിക്ക് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറുക്കൻ ഇങ്ങനെ മെസ്സേജ് അല്ല, റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ എന്താ പറയാ, അപ്പൊ എന്താ പറയാ, ഇങ്ങനെ നമ്മള് പബ്ലിക് ഒന്നും അല്ലല്ലോ, പ്രൈവറ്റ് ആക്കി വെച്ച് അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് 2-3 ഇങ്ങനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ജൂനിയർ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഫോളോ ചെയ്യുന്ന കണ്ടു. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, ഇത് ആരാ ശരിക്കും, അതിൽ നീ ഫോളോ ചെയ്യുന്ന കണ്ടു, അപ്പോൾ അതിലുള്ള ഫോട്ടോ ഒന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാമോ എന്ന് ചോദിച്ചു. ആരാ നോക്കി, എന്നിട്ട് വേണം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു.
അപ്പോൾ അവൾ അയച്ചു തന്നത് അശ്വിൻ ബ്രദർ അല്ലേ പയ്യന്നൂർ ഹോസ്പിറ്റലത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു. ഞാൻ ഇവരാണോ, ഓക്കെ. എന്നിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പാടെ എനിക്ക് ഹായ് ഹലോ എന്താ പറയാ എന്നിട്ട് സുഖാണോ, അങ്ങനെ കുറേ മെസ്സേജ്. അങ്ങനെ നമ്മൾ സംസാരിച്ച് പിന്നെ കുറച്ച് ഫ്രണ്ട്ലി ആയി. പിന്നെ നമ്മൾ നമ്പറൊക്കെ കൊടുത്തു, വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ആയി. പിന്നെ ഒരു നിമിഷത്തിൽ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കുറേയൊക്കെ കഴിഞ്ഞു, കുറേ ഫ്രണ്ട്സായിട്ട് കുറച്ച് നിന്നു. പിന്നെയാണ് റിലേഷനിലേക്ക് പോയത്. അതായത് എനിക്ക് പ്രഷർ വന്ന സമയത്ത്, കല്യാണം കഴിക്കാൻ പ്രഷർ വന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഇവനോട് സംസാരിക്കും. ഇവനായിരുന്നു എനിക്ക് നല്ല ഫ്രണ്ടായിട്ട് ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പ്രഷർ, എനിക്ക് വേണ്ട, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ പറയുമ്പോ ഞാനൊരു സത്യം പറയാം ഫുൾ മോഡി. എന്താ പറയാ, എന്റെ അടുത്ത് ആ സമയത്ത് നൈറ്റ് ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ്. ഞാൻ എന്താ പറയാ വേണ്ട അവിടെ റൂമുണ്ട് പയ്യന്നൂർ. ഞാൻ വീട് കണ്ണൂരാണ്, പക്ഷെ ഞാൻ അവിടെ സ്റ്റേ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ റൂമിൽ എന്നിട്ട് വൈകുന്നേരം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാൾ വിളിച്ച് മെസ്സേജ് അയച്ച് ഫുൾ കരഞ്ഞ് സീനാക്കുന്നു. ഞാനങ്ങ് ഫുള്ള് ഫെഡപ്പായി. ലൈക്ക് ഇതുവരെ അങ്ങനെ ആ കരച്ചിലൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ പിന്നെ ഒടുക്കത്തെ മോട്ടിവേഷൻ കൊടുത്തു. ലൈക്ക് ഈ ഇനി ടെൻഷൻ അടിക്കണ്ട, ഞാനുണ്ട്, ഫുൾ സപ്പോർട്ട് ചെയ്യാന്നുള്ള പറഞ്ഞിട്ട്. പക്ഷെ ആ സീന് കഴിഞ്ഞ ശേഷം, സമാധാനിപ്പിച്ചാലും കഴിഞ്ഞ ശേഷം ഞാൻ ടെൻഷനായി. ദൈവമേ ഞാനെന്ത് കാണിച്ചത്, ഞാനെങ്ങനെ ഒരു മുസ്ലിം കുട്ടി കല്യാണം കഴിക്കും, ഞാനെങ്ങനെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞു പോലെ, പിന്നെ എനിക്ക് പറഞ്ഞിട്ട് ഇല്ല എനിക്ക് പറ്റത്തില്ല പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയായിരുന്നു എനിക്കും ആ സമയത്ത്. അയ്യോ ഞാൻ പറഞ്ഞു നീ വേണ്ടാത്തൊന്നും പറയരുത്, കാരണം നമ്മള് റിലീജിയൻ നമ്മൾ നോക്കണം, അങ്ങനെ ഇങ്ങനെ നീ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞു. കാരണം നമുക്ക് ഇത് ആരോട് പറയാനും പറ്റില്ലല്ലോ നാട്ടിലാവുമ്പോൾ. ഫാമിലിനോട് പറയാൻ പറ്റില്ല, ഈവൻ ഫ്രണ്ട്സിനോട് പോലും നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ ഒരു ചെറുക്കൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. കാരണം അവരും വേറെ രീതിയിലേക്ക് അത് കാണാൻ പോവുക. സോ അങ്ങനെ ഉറങ്ങിയില്ല രാത്രി, ഇവിടെ ഉറങ്ങി. ഞാൻ ഫുൾ ടെൻഷൻ, ഫ്യൂച്ചർ ഇങ്ങനെ ആലോചിക്കണ്ട. വീട്ടിലറിയും നെക്സ്റ്റ് സീൻ എന്താ, അപ്പൊ അടുത്ത സീൻ എന്താ, നാട് വിടേണ്ടി വരൂ, വേറെ ഇഷ്യൂസ് വരും. അപ്പൊ ഇങ്ങനെ ഓരോന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഒരു വൺ ഡേ ഞാൻ മിണ്ടിയില്ല. എന്താ പറയണ്ടേ, ഇതിന് റിപ്ലൈ ആയിട്ട് എന്താ അയക്കണ്ടെന്ന് രണ്ടാൾക്കും അറിയത്തില്ല. സോ മിണ്ടാതെ നിൽക്കുമ്പോ നമ്മൾ ഇത്രയും കാലം ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം മിണ്ടാതെ നിൽക്കുമ്പോ എങ്ങനെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞു ഓക്കെ നമുക്ക് ചിന്തിക്കാം, ഇത് ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞ ശേഷം നമുക്ക് എന്താ പറയാ ആ ഒരു പഴയ ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ പോകാൻ പറ്റുന്നില്ല. മെസ്സേജ് അയച്ചിട്ട് ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് ഇനിയിപ്പോൾ അതായിരിക്കോ പറയാ അവൻ, അങ്ങനെയൊക്കെ ഒരു ഫീൽ നമുക്ക് വരത്തില്ലേ. അപ്പൊ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഞാൻ എന്നാ ഒരു ദിവസം കോളേജിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്നാ കൊണ്ടുവിടാൻ നിന്നെ, അങ്ങനെ പറഞ്ഞു. കൊണ്ടുവിടാൻ അറിയാലോ, ആരും കാണാതെ വേണം പോകാൻ വേണ്ടിട്ട്. അങ്ങനെ എന്തെടുത്തു ഒരു ദിവസം ഇവൻ എന്നെ കൊണ്ടുവിടാൻ വന്നു. പറഞ്ഞു ഞാൻ ബുള്ളറ്റൊക്കെ എടുത്ത് കുറേ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി റെഡി ആയിട്ട് ഇവിടെ കൊണ്ടുപോയി. ആ സമയത്ത് ഇവര് നമ്മുടെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് പഴയങ്ങാടിയിലേക്ക് പോകാറ്. അപ്പൊ അവിടെ ബസ് സ്റ്റോപ്പിലെത്തി എല്ലാവരും ഉണ്ട്. ഞാൻ ചിത്രപ്പടം ആളുണ്ടെന്ന് വിചാരിച്ചില്ല, ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇടയിൽ കയറാൻ പറഞ്ഞു. കയറി നേരെ കോളേജിന്റെ ഫ്രണ്ടിലെത്തി. കോളേജ് ഫ്രണ്ടിലെത്തി വണ്ടി നിർത്തി കുറച്ച് 2-3 സ്റ്റെപ്പ് നടന്നാലും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിൽക്കാൻ പറഞ്ഞു, തിരിഞ്ഞൊക്കെ പറഞ്ഞു. തിരിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്ലവർ ഉണ്ടായിരുന്നു, റോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രപ്പോസ് ചെയ്തു. പക്ഷെ കോമഡി എന്താ വെച്ചാൽ കോളേജിൽ എല്ലാരും കണ്ടു. കോളേജിൽ കണ്ടു എന്ന് പറഞ്ഞാല് കോളേജ് കുറച്ചൊരു കുന്നിന്റെ മുകളിൽ പോലെയാണ്. അപ്പൊ അവിടെ നിന്ന് ഈ സമയത്ത് എല്ലാരും നോക്കിയാ താഴെ എന്താ ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഫുൾ സ്റ്റുഡൻസ് അവിടെ നിന്ന് നോക്കുന്നപ്പോഴാണ് ഞാൻ കണ്ടു, ഇവനാണെങ്കിൽ മുട്ടുകുത്തി നമ്മൾ പ്രപ്പോസ് ചെയ്യത്തില്ലേ, അങ്ങനെയാണ് റോസൊക്കെ പിടിച്ച് ഞാൻ എനിക്ക് എല്ലാരും കാണാൻ ഞാൻ വാങ്ങി. ഞാൻ ആ പൊക്കന്ന് പറയാൻ വേഗം പോയി. അപ്പൊ പിന്നെ എല്ലാരും അറിഞ്ഞു. ലൈക്ക് കിട്ടിയില്ലേ നമ്മള് കണ്ടു മാതിരി. എനിക്ക് ഫുൾ ചമ്മലായിരുന്നു. അപ്പൊ ഞാൻ വെച്ചു അയ്യോ ഇനിയിപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാരും അറിഞ്ഞു. ഇപ്പൊ ഞാൻ എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തേപ്പ് പോലെ ആയി. അങ്ങനെ ഇങ്ങനെ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കാം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഫുൾ ഇതിനെ കുറിച്ച് സംസാരിച്ച് പിന്നെ മനസ്സിലായി. കാരണം എനിക്ക് ഇത്ര അറിയുന്ന ഒരാള് വേറെ ഇല്ല. ലൈക്ക് ബോയ്സ് എനിക്ക് മെയിൽ ഫ്രണ്ട്സിൽ അങ്ങനെ വേറെ ആരും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഇവനാണ് ഞാൻ കൂടുതൽ അറിഞ്ഞത് ഇതാക്കിയൊക്കെ. അങ്ങനെ നമ്മൾ ചെറുങ്ങനെ സ്റ്റാർട്ടായി ഇതാക്കി അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ ഇതുവരെ എത്തി. കല്യാണം എപ്പോഴായിരുന്നു കഴിഞ്ഞിട്ട് എത്ര നാളായിപ്പോ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഏകദേശം 1-2 മാസം അത്രയുണ്ട്. നെക്സ്റ്റ് ഇയർ ആണ് ലൈക്ക് നമ്മള് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തോളൂ. കാരണം നാട്ടിൽ അങ്ങനെ ഇഷ്യൂസ് ആണ്, കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നാട്ടിൽ നിന്ന്. നെക്സ്റ്റ് ഇയർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത്
ഒരു സെപ്റ്റംബർ ആകുമ്പോൾ നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് നല്ല ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് പോലൊക്കെ നടത്താൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പൊ ജസ്റ്റ് അറിയാം വീട്ടിലൊക്കെ ലീഗലി നമ്മൾ രജിസ്റ്റർ ചെയ്യുമെന്ന് അറിയാം. അപ്പൊ രണ്ടുപേരുടെ വീട്ടിലും എങ്ങനെയായിരുന്നു ലൈക്ക് അറിഞ്ഞപ്പോ? ബോയ്സിന്റെ വീട്ടിലിപ്പോ ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഇപ്പൊ ഒരു മുസ്ലിം കുട്ടിയെ നോക്കുകയാണെങ്കിൽ ലൈക്ക് ചെറിയൊരു പ്രശ്നമാണെങ്കിൽ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ലൈക്ക് എന്റെ അടുത്ത് പറഞ്ഞാൽ അവര് ഓക്കെ ആണ്, അവരുടെ സംസാരിക്കാം, അവരുടെ ഫാമിലി സംസാരിക്കാം. നമുക്ക് ബോയ്സിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ആയിരിക്കും മിക്കതും, ഒരു ഭൂരിഭാഗം പേരും അങ്ങനെ ആയിരിക്കും. ഷഹലയുടെ എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ ഇവന്റെ എന്താ പറയാ, കാരണം അവർക്ക് പേടിയായിരുന്നു കേട്ടോ. ലൈക്ക് എനിക്ക് ഇപ്പൊ ഇവന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവന് എന്താ പറയാ അമ്മക്കൊക്കെ പേടിയായിരുന്നു. ലൈക്ക് നമ്മള് ഫാമിലീസ് എന്തെങ്കിലുമൊക്കെ ഇവന് ചെയ്തു പോവോ അറിയാലോ, അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ലൈക്ക് അവരുടെ ഭാഗത്തുനിന്ന്. പക്ഷെ അവർ ഓക്കെ ആയിരുന്നു കേട്ടോ, കംപ്ലീറ്റ്ലി ഓക്കെ ആയത് ഇവന്റെ ഫാമിലി മാത്രമാണ്. പിന്നെ എന്റെ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ല. അതാണ് സത്യം പറയണ, അതാണ് സംഭവം. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യാ, ഞാൻ നല്ലോണം നമ്മൾ പഠിച്ചു. ഇവൻ ആദ്യം വന്നു ഇങ്ങോട്ടേക്ക്. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എന്തായാലും. സോ നമ്മളെ കരിയർ നോക്കി എവിടെയാണോ നമുക്ക് നന്നായി നമ്മൾ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുക, സോ അവിടെ വേഗം പോവുക, ലൈക്ക് ലൈഫ് സെറ്റ് ആക്കുക, പിന്നെ നമുക്ക് ഒരുമിച്ച് ഇതാക്കുക എന്നുള്ള രീതിയിലായിരുന്നു. സോ നമ്മള് പിന്നെ ആദ്യം വേഗം എത്താൻ പറ്റിയത് OIT ചെയ്തിട്ട് ഇവിടെ ആണ് ആദ്യം എത്തുക. സോ ഇവിടെ തന്നെ നോക്കാന്ന് വിചാരിച്ചു ഇങ്ങോട്ടേക്ക് വന്നു. എക്സാം എഴുതി ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടാണ് ഞാൻ നാട്ടിൽ പറയുന്നത്. അപ്പൊ കാരണം ഞാൻ അടുത്തുണ്ടല്ലോ, സമാധാനിപ്പിക്കാൻ പറ്റില്ല. അവിടുന്ന് ഒറ്റടിക്ക് പ്രഷർ നമുക്ക് താങ്ങാൻ പറ്റില്ല. നമ്മൾ ആദ്യം ദുബായ് പോലെ പ്ലാൻ ചെയ്തു, പക്ഷെ അവിടെ ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പിന്നെ എന്താ നിൽക്കാൻ പറ്റില്ല. ഫുൾ പ്ലാനിങ് ആയിരുന്നു. എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ 2 ദിവസത്തേക്ക് എന്നെ നോക്കണ്ട, ഫുൾ ഡിപ്രഷൻ അടിച്ച് ഞാൻ നിൽക്കും. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോയില്ല. ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഭയങ്കര പ്രശ്നമായിരുന്നു ആദ്യം. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി നമുക്ക് ഇത് തന്നെയാ കോൾ ചെയ്യാ, എടുക്കാൻ പോലും തോന്നൂല. ലൈക്ക് എന്താ പറയാ, ഫുള്ള് ഇത് തന്നെയല്ലേ ചോദിക്കുക, എന്തായി നിങ്ങളുടെ കാര്യം, എന്തായി അവിടെ, ഇതൊക്കെ ചോദിക്കുന്നോണ്ട് പിന്നെ അക്സെപ്റ്റ് ചെയ്തോ അവരോട് വന്നിട്ട് പറഞ്ഞപ്പോ? അവരെ അക്സെപ്റ്റ് ചെയ്തോ വീട്ടുകാർ ഇവിടെ വന്നിട്ട് നമ്മൾ സംസാരിച്ചപ്പോ? ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും അവരുടെ മനസ്സലിഞ്ഞതെന്ന് തോന്നുന്നു. അവർക്ക് അറിയാം ഇനി ഞാൻ എന്തായാലും എന്താ പറയാ, ഓൾറെഡി നമ്മളിവിടെ ഒരുമിച്ചാണുള്ളത്. പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. സോ അവര് ഇപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ പിന്നെ എനിക്ക് നമുക്ക് കേട്ടിപ്പോ ഞാനിപ്പോ ഇനി എന്ത് ചെയ്താലും അവര് പറയാം. വീട്ടുകാരെന്നല്ല, നാട്ടുകാർ പറയുന്നോണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർക്ക് പ്രഷർ ചെയ്യുന്നത്. അല്ലാണ്ട് അവര് പിന്നെ നമ്മൾ സന്തോഷം നോക്കിയാൽ പോലും അവർക്ക് ഒരു സമാധാനം കൊടുക്കാതെ ശരിക്കും പറഞ്ഞ നാട്ടുകാരാണ്. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഇതാണ്. നമ്മള് യൂട്യൂബ് ഒക്കെ വീഡിയോ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് വീട്ടുകാർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടല്ലോ. കുറെ സാഡസ്റ്റ് പീപ്പിൾ ഉണ്ട്. ലൈക്ക് ഇങ്ങനെ ഈ നാട്ടിലുള്ള കുറെ കണക്റ്റഡ് അല്ലാത്ത കുറെ ആൾക്കാരുണ്ടാവല്ലോ. അപ്പൊ അവരിങ്ങനെ വേണ്ടാത്ത കമന്റ്സ് ഒക്കെ ഇട്ട്, എനിക്ക് കമന്റ്സ് കുഴപ്പമൊന്നുമില്ല. നമ്മളത് ജസ്റ്റ് കല്ലുവല്ലി വിട്ടങ്ങ് പോകും. പക്ഷെ ഇവിടെ അത് മനസ്സിലെടുത്ത് വിഷമിച്ചിരിക്കുമ്പോ പിന്നെ നമ്മൾ നോക്കി വേണ്ട, നമുക്ക് എന്തിനാ വെറുതെ ഒരു നെഗറ്റീവ് തോട്ട്സ്. കുറെയൊക്കെ ഇവര് പോട്ടെ വീട്ടുകാർക്ക് ഇനി വിഷമാക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ കുറെയൊക്കെ എന്താ പറയാ ഒന്നും ഇടാണ്ട് കുറെയൊക്കെ അങ്ങനെ ഒതുങ്ങി നിന്നു. അപ്പോഴും അവര് പറയുവാ, മനസ്സിലായോ? അപ്പൊ ഓക്കെ, നിങ്ങളപ്പോ ഒന്നും ഇടുന്നില്ല, അപ്പൊ നിങ്ങൾ വേറെന്തോ ഭയങ്കര പ്ലാനിങ് ആണെന്നുള്ള രീതിയിൽ എല്ലാവർക്കും തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞേ നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പം, എന്ത് ചെയ്തിട്ടെങ്കിലും കുഴപ്പം. അപ്പൊ പറയാൻ പോവാ അങ്ങനെ ഒരു ഇതാ. അപ്പൊ പിന്നെ നമ്മള് വിട്ടു. നമ്മള് ഇതായി. നമ്മള് ആദ്യം ഹാപ്പിനെസ് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇപ്പൊ അവര് ചെറുങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കല്യാണം വീട്ടിൽ അവർക്ക് ആക്ച്വലി ആദ്യം പറഞ്ഞു കൺവേർട്ട് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്താ അറിയാലോ, ഇപ്പൊ ഇവൻ കൺവേർട്ട് ചെയ്താൽ ഇവന്റെ വീട്ടിൽ പ്രശ്നം വരും. ഞാൻ എന്തായാലും നമ്മളങ്ങനെ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. നമ്മൾ ഒരിക്കലും അങ്ങനെ മാറുന്നില്ല. നമ്മൾ എന്താണോ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഞാൻ എന്താണോ ഞാൻ അങ്ങനെ ജീവിക്കും, ഇവൻ എന്താണോ ഇവൻ അങ്ങനെ ജീവിക്കും, അങ്ങനെ രീതിയിലാണ്. സോ അതൊക്കെ വെച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നമ്മളെ ഇതാക്കരുതൊക്കെ പറഞ്ഞു. പക്ഷെ എന്താ പറയാ, ഇപ്പൊ എന്താണ് ഇവിടുന്ന് ചെയ്യുന്ന അറിയാം. സോ നമ്മളിവിടുന്ന് രജിസ്റ്റർ ചെയ്തു. സോ ഇങ്ങനെ നമ്മുടെ നാട്ടില് ഇൻഫോം ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യും ആയിരിക്കും. സോ അവര് വരുന്ന പോലെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്തായാലും. പോട്ടെ. പിന്നെ നിങ്ങളുടെ പ്രൊഫൈല് നോക്കിയപ്പോ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ലൈക്ക് ട്രാവലിംഗ് ഭയങ്കരമായിട്ട് നിങ്ങൾ കാശ്മീരൊക്കെ പോയിട്ടുണ്ടെന്നോണല്ലേ ഒരുമിച്ച്? അത് കഴിഞ്ഞ ഈ ജാനുവരിയിൽ പോയതായിരുന്നു നാട്ടിലേക്ക്. ഒരു കസിന്റെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പൊ അത്
അതിനുവേണ്ടി പോയതായിരുന്നു. അപ്പോൾ എൻ്റെ വേറെ കസിൻസ് ഒക്കെ മുംബൈയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇവിടെ നേരെ മുംബൈയിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ ഒരു അറൗണ്ട് ഒരു 8 days ഞങ്ങൾ കാശ്മീറും മൊത്തം ഡൽഹി മൊത്തം ഒന്ന് കറങ്ങി വന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു സ്നോ, ഞങ്ങൾക്ക് ഇവിടെ സ്നോ എന്തായാലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവൻ സ്നോ കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്താ പറയാ, സ്നോ കണ്ടിട്ടില്ല എന്നല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവർക്കും കസിൻസിന് കൂടിയിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ പക്ഷെ പോയി നമ്മള് പ്ലാൻ ചെയ്ത് പോയിട്ട് അവിടെ ഒരു സ്നോ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം സീസൺ കുറച്ച് ഡീലേ, നമ്മളിപ്പം ഈ എന്താ പറയാ ക്ലൈമറ്റിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് ഇപ്പം ഇപ്രാവശ്യം ജാനിലൊന്നും ഇതുണ്ടായിട്ടില്ല, സ്നോ ഉണ്ടായിട്ടില്ല. ഒരു ഫെബൊക്കെ ലാസ്റ്റ് ആയ സമയത്താണ് സ്നോ ഫോൾസ് ഒക്കെ തുടങ്ങിയത് ഈ കാശ്മീരിൽ. അപ്പൊ നമ്മള് പോയ ഗ്ലേസിയേഴ്സ് ഒക്കെ കാണാൻ നോക്കിയപ്പോ അങ്ങ് എത്രയോ കിലോമീറ്റർ 16 kilometer ഒക്കെ ട്രാവൽ ചെയ്തിട്ടാണ് കുറച്ചൊക്കെ കണ്ടത്. കുറച്ചൊക്കെ കണ്ടത് അങ്ങനെ ട്രാവൽ ചെയ്തിട്ട്. പിന്നെ ഡെസ്പായി, ഭയങ്കര ഡ്രൈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവരും സിക്കായി. ഒരു 2 weeks എല്ലാവരും, ബേബി ഒരു മാസം ഒരു 2 days ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി സിക്കായിട്ട്. പിന്നെ നാട്ടിലെത്തി, പിന്നെ കറങ്ങി. അതന്നെ ആക്ച്വലി കഥ. ഇതിപ്പം നമ്മള് കുറച്ച് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്താണ് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് മാത്രം അനുഭവിച്ചത് കേട്ടോ. ഇപ്പൊ അനുഭവിക്കുന്നില്ല, ഇപ്പൊ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് സത്യം പറഞ്ഞാല്, അൽഹംദുലില്ലാ. സോ ആ സമയത്ത് നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല, മാത്രം മനസ്സിലാവും. ലൈക്ക് അതുപോലെ അനുഭവിക്കുന്നവർക്കും. ഓരോ ഫാമിലിന്ന് ഇവിടെ കാർന്നോരെ വൈഫ്, പിന്നെ ഉമ്മ ഉപ്പ കസിൻസ്, ഇങ്ങനെ ഓരോ കോളേജ് ഓരോ കോളേജ് നെക്സ്റ്റ് വന്നോണ്ട് നോക്കും. അപ്പൊ ഇതുവരെ അറിയാത്ത ആൾക്കാരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പാരന്റ്സ് ചിലപ്പോ ഇങ്ങനെ ഓക്കെ നമുക്കെന്നാ സമ്മതിക്കാം എന്നും പറഞ്ഞ് എണീക്കുമ്പോഴായിരിക്കും അടുത്ത കോള് വരിക. അയ്യോ സത്യം, അവരൊന്നും അവർക്ക് എന്നെ ഇഷ്ടമാണ് ആക്ച്വലി, അറിയാം ഇതിൽ നല്ലോണം അറിയാം. ഞാൻ ആരും കുറ്റം പറയല്ലോ കേട്ടോ, ഞാൻ ഒരിക്കലും എന്റെ ഫാമിലിനെയോ എന്റെ ഇവരൊന്നും പറയത്തില്ല. ലൈക്ക് അങ്ങനെയല്ല, അവരുടെ സിറ്റുവേഷൻ അതാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് നമ്മളൊന്നും ഇതുവരെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാല്. നമുക്കിത് അത് പറ്റില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്കൊരിക്കലും ഇവനെ വിട്ട് പോകാൻ പറ്റില്ല, ഇവനും അതുപോലെ തന്നെയാണ്. സോ ഇത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതി മാത്രം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവര് എതിരായിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടോ ആക്കിയിട്ടും ഇല്ല. വെയിറ്റ് ചെയ്യുന്നത് നമ്മള് രണ്ട് ഫാമിലിയുടെയും ഹാപ്പിനെസ് നോക്കി അവർ രണ്ടാളും ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മള് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് എല്ലാം കൂടി നടക്കുമല്ലോ വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് കുറെ. പക്ഷെ എപ്പോ അവര് ലൈക്ക് ഇത് നടക്കൂല, നിങ്ങൾ സെപ്പറേറ്റ് ആവണം എന്ന് മാത്രം പറഞ്ഞ ടോപ്പിക്കിൽ സ്റ്റിക്ക് ചെയ്തപ്പോ എനിക്ക് പിന്നെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ നമുക്ക് ഏജ് ആവുന്ന അപ്പൊ വെയിറ്റ് ചെയ്യുന്ന ലിമിറ്റില്ലേ, വെറുതെ നമ്മള് ഒറ്റ ലൈഫിലുള്ളത്. അപ്പൊ അതങ്ങ് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് തോന്നുന്നു. കുറെ പേർക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെ ആയിരിക്കും ഇങ്ങനെയുള്ള കുറച്ച് കപ്പിൾസിന്. കുറെ കപ്പിൾസ് ഒന്നും ഇങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉള്ള കുറച്ച് പേർക്ക് കുറെ പേര് ആ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ആ റിസ്ക് എടുത്തും അതിൻ്റെ അകത്തുള്ളവർക്ക് ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു സ്റ്റോറി. എനിക്ക് തന്നെ അത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഇത് എന്തായിരിക്കും ഇതിന്റെ സ്റ്റോറി, ഇത് ഞാൻ തന്നെ കുറെ ആലോചിച്ചിട്ടുണ്ട്. ലൈക്ക് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യണേക്കാളും മുമ്പ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ നോക്കി. പക്ഷെ അതിലൊന്നും സ്റ്റോറി ഒന്നും അങ്ങനെ നിങ്ങൾ പറയണേ ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താ സ്റ്റോറി പറയാണ്ട് എന്താ വെച്ചാല് ഇപ്പൊ ഇത് പറഞ്ഞാലും കൊറേ ആൾക്ക് വിഷമിക്കുമായിരിക്കും, സ്റ്റോറി മൊത്തം പറഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ, പറയാൻ പറ്റില്ല. അതാണ്. അപ്പൊ ഇനിയിപ്പോ ഇനിയറത്തിൽ ഇത് കണ്ടിട്ടാണ് പറയാനുള്ളത്. കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞു, ഇത് കണക്റ്റഡ് അല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഇത് നെഗറ്റീവ് കമന്റ്സ് ഇടാനും ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചൊറിയാനും കുറെ ആൾക്കാരുണ്ടാവും, ഓൾറെഡി ഉണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരെ മൈൻഡ് ആക്കാണ്ട് നിൽക്കുക നമുക്ക് ചെയ്യാൻ പറ്റൂ. വേറെ കാരണം ലൈഫിൽ നമ്മളിപ്പോ ഹാപ്പി ആണെങ്കിൽ നമ്മൾ വെറുതെ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഓൾറെഡി ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാർ ഇങ്ങനെ വെറുതെ കുറ്റം പറഞ്ഞ് അവരുടെ വിഷമം കണ്ട് സന്തോഷിക്കുന്ന കുറെ പീപ്പിൾ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഇങ്ങനെ ശല്യം ചെയ്യുള്ളൂ. വേറെ അങ്ങനത്തെ നോർമൽ ഇപ്പൊ ഒരാളെ ലൈഫിൽ വർക്ക് ബിസി ഫാമിലി ഒക്കെ ആൾക്കാർ ഒരിക്കലും ബാക്കിയുള്ളവരുടെ കമന്റ്സിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് മറ്റേതാണ് കാഫിറാണ് അങ്ങനെയാണ് നമ്മൾ അവർ പറയില്ലല്ലോ. ഇതിപ്പോ ആൾക്കാരുടെ എന്താ പറയാ, അതൊക്കെ ഓരോ ചോയ്സ് ആണ്. ഇപ്പൊ ഞാൻ ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, നമ്മളെ ലൈഫ് ഹാപ്പിയാണ്, അതവിടെ കഴിഞ്ഞു. അവിടെ ഇപ്പൊ റിലീജിയണോ വേറെ ഒരു ബാരിയേഴ്സ് ഞങ്ങളുടെ ഇടയിൽ ഇല്ല. അത്രേ ഉള്ളൂ. നമ്മുടെ ഹാപ്പിനെസ് മാത്രം. അല്ല, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന കുറച്ചൊക്കെ ഫ്രസ്ട്രേഷൻ ആണ്. എനിക്ക് കിട്ടാത്തൊരു ലൈഫ്, എനിക്ക് കിട്ടാത്തൊരു ഹാപ്പിനെസ് വേറെ അനുഭവിക്കുമ്പോൾ സീരിയസ്ലി ഇപ്പം UK വരുന്ന ആൾക്കാരെ കുറിച്ച് കുറെ ആൾക്കാർ നാട്ടിൽ കയറി വരാൻ പറ്റില്ല, നാട്ടിൽ സ്റ്റക്കായി കുറെ പീപ്പിൾ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ലൈക്ക് എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോകുന്നത്, ഇവിടുത്തെ ലൈഫ് നല്ലതല്ലേ, ഇവിടുത്തെ ലൈഫ് ലൈക്ക് വൺസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അത് എന്താന്ന് പറയാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് നാട്ടിൽ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല. ബിക്കോസ് നാട്ടിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈവൻ A to Z. ഇപ്പൊ നമ്മൾ ടാക്സ് കട്ടിംഗ് ഉണ്ട്, പക്ഷെ അതിനുള്ള എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു, റിട്ടേൺസ് കിട്ടുന്നുണ്ട്. സെയിം ടാക്സ് നമ്മൾ നാട്ടിലുണ്ട്, പക്ഷെ അതിന്റെ റിട്ടേൺസ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നില്ലല്ലോ. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ ഫ്രസ്ട്രേറ്റഡ് പീപ്പിൾ ആണ് ഇത് മെയിൻ ആയിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒരു സ്പാർക്ക് ആക്കി ഇഷ്യൂ ആക്കി പോകുന്നത്.
നിങ്ങളുടെ രണ്ടുപേരും ക്യാരക്ടേഴ്സ് എങ്ങനെയാ, ഡിഫറെന്റ് ആണോ ലൈക്ക് അതോ ഒരേപോലത്തെ ആണോ? കൈൻഡ് ഓഫ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണ്. ഇവർക്ക് ഭയങ്കര ക്ലീൻ ആയിരിക്കണല്ലോ, അത് നല്ലതാണ് ആക്ച്വലി. ഞാൻ ചിലപ്പോ ചോക്ലേറ്റ് ഓർമ്മിക്കാതെ എല്ലാ ഇപ്പൊ ഒരുവിധം എല്ലാ ബോയ്സിലുള്ള ഒരു സെയിം സംഭവം അത്. ഗേൾസ് ഒരുവിധം ഫുൾ ക്ലീൻ ആക്കി. ഞാൻ തൊട്ട് മുമ്പ് എല്ലാം ക്ലീൻ ആക്കി വെച്ച് അവിടെ വെച്ച സാധനം ആയിരിക്കും. അപ്പൊ ഉണ്ടോ ഒരാള് എടുത്ത് ചാടുന്നല്ലോ. അപ്പോഴേക്ക് താണ്ടേ അത് ആക്ച്വലി അത് സംഭവം എന്താ അറിയാം, നമ്മള് ചിലപ്പോ കുറച്ച് ക്ലീൻ ചെയ്യും, പക്ഷെ ഇവർക്ക് സ്പോട്ടിൽ ക്ലീൻ ചെയ്യണം. സ്പോട്ടിൽ ക്ലീൻ ചെയ്യണം. നമ്മളത് മാറ്റി വെക്കും ആ ഒരു 5 മിനിറ്റിന്. ആ വഴിക്ക് ഞാൻ പിന്നിന്റെ വഴിക്ക് പോകുന്നുണ്ടല്ലോ, ഞാൻ അപ്പൊ ഇട്ടോളാം നമ്മളത് മാറ്റി. അതാണ് ഇവന്റെ തൊട്ട്, അത് തന്നെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്താ പറയാ, എനിക്കപ്പോ എന്താ പറയാ, എന്തേലൊക്കെ ഇതുണ്ടെങ്കിൽ അപ്പൊ തന്നെ എനിക്കത് ക്ലീൻ ആക്കണം. അപ്പൊ അത് എന്തോ പോലെ എനിക്കൊരു ഇറിറ്റേഷൻ ആവും മൊത്തത്തില് വൃത്തികേടായി കണ്ടേനാ. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഡ്രസ്സ് ഇപ്പൊ മെയിൻ ക്ലീനിങ് ആട്ടോ, അതിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. നമ്മള് ഇപ്പം ഡ്രസ്സിന്റെ ആയാൽ പോലും ഇവൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിനാ അവിടെ ഇട്ടത് പോവും. ടയർഡായിട്ട് വരുന്നില്ലേ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ഞാൻ വാഷ് ചെയ്തിടുമായിരിക്കും. പക്ഷെങ്കില് വന്ന് കണ്ടെങ്കിൽ ഫുള്ള് അപ്പടെ ചാടിയിട്ടൊക്കെ പറയും. ബാക്കിയൊക്കെ ഏകദേശം കുഴപ്പമില്ല. കുക്കിങ്ങിൽ വരുമ്പം ഞാൻ കുക്ക് ചെയ്യും, പക്ഷെ ഞാൻ അത്ര ഭയങ്കരമായിട്ടൊരു ഷെഫ് ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ടിട്ട് അറിയുന്ന ലൈറ്റ് ആയിട്ട് ഫുഡ് കുക്ക് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ പ്രോഡക്ട്സ് ഇപ്പൊ ഇതില് ഇപ്പൊ ഷാൻജിയോന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറ്. പുള്ളിയുടെ ഒക്കെ വീടിനകത്ത് ഇതിൽ പറയും 30 ounce അല്ലെങ്കിൽ ഹാഫ് കപ്പ് അല്ലെങ്കിൽ 1/3 ഒക്കെ. ഞാൻ എല്ലാം കപ്പ് സെറ്റാക്കി അതിന് കപ്പൊക്കെ വാങ്ങി സെറ്റാക്കി കറക്റ്റ് വെച്ചാൽ എനിക്ക് കുക്കിംഗ് നടക്കും. പക്ഷെ പുള്ളിക്കാർക്ക് സാധനം പറ്റി അവരുടെ ടേസ്റ്റ് ഒക്കെ നോക്കി ഇങ്ങനെ സെറ്റാക്കി ഇട്ട് ആ ഒരു വൈബാണ്. അപ്പൊ ഞാനിപ്പോ അതുകൊണ്ട് കുക്കിങ്ങിലില്ല, ഞാനിപ്പോ ക്ലീനിങ് മാത്രം. അത് കുക്ക് ചെയ്തതിനു ശേഷം പാത്രം ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടി എനിക്ക്, പുള്ളി കുക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിഫറൻസിലുണ്ട്, ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് രണ്ടുപേർക്കുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം വിന്റർ ആകാനായി, ഇനിയിപ്പം ട്രാവലിംഗിൽ കുറച്ച് കുറയും. ഇവിടെ വന്നിട്ട് എവിടെ പോയാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? ഞങ്ങള് ലണ്ടനില് സത്യം പറഞ്ഞാൽ അവിടെ അധികം പോയിട്ടില്ല. ട്രാവൽ ചെയ്തിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്യുവാണ്, ഇനി ട്രാവൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എവിടെയാണ് നെക്സ്റ്റ് പോകേണ്ടത്. പ്ലാൻ ചെയ്യുവാണ് ഇപ്പൊ. ആകെ നമ്മൾ കശ്മീർ, ലണ്ടൻ സൈഡ് അങ്ങനെ ലണ്ടൻ പിന്നെ ലണ്ടനിൽ കുറച്ച് ഏരിയ കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയാണ് നമ്മൾ ട്രാവലിംഗിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങാൻ സ്കോട്ട്ലാൻഡ് ഒക്കെ രസമായിരിക്കും ഈ ഒരു ഓട്ടം ടൈമിലൊക്കെ സ്കോട്ട്ലാൻഡ് ഒക്കെ രസം. അതൊരു നവംബറിന് മുമ്പിന് ഒരു നവംബർ പകുതിക്ക് മുമ്പ് ചെല്ലണം, അല്ലെങ്കിൽ പിന്നെ വിന്റർ ആയി പോകും. ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പൊ ഞങ്ങള് ഇപ്പം ഇവിടെ നിന്നാണ് നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും. BRP കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേറെ കുറെ കൺട്രീസും travel പോകും, ചെയ്യാം. ശങ്കരൻ, ഷെങ്കനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യാം. അപ്പൊ നമ്മളൊരു നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്കിപ്പോൾ മന്ത്ലി ലീവ് എടുക്കാമല്ലോ. ഒരു 2 weeks അല്ലെങ്കിൽ 1 week ലീവ് എടുത്തിട്ട് അങ്ങനെ എല്ലാ മന്തും ചെറിയ ചെറിയ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ആക്കലാണ്. അപ്പം അതാണ് നെക്സ്റ്റ് പ്ലാൻ. അല്ല ശങ്കൻ എടുക്കാണ്ട് ഇപ്പൊ പോറ്റും അൽബേനിയ, അൽബേനിയ അങ്ങനെ കുറെ countries ഒക്കെ ഉണ്ട്. ചുമ്മാ ടിക്കറ്റ് എടുത്ത് നേരെ പോയാൽ മതി. ആ ഫസ്റ്റ് നമ്മൾ UK മൊത്തം ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് പോകാന്ന് വിചാരിക്കുന്നു. UK കുറെ പ്ലേസസ് ഇല്ലേ നല്ല ചിലപ്പോ നിങ്ങളുടെ അവിടെ നിന്ന് ലീഗ് ഡിസ്ട്രിക്റ്റ് ഒക്കെ അടുത്താന്ന് തോന്നുന്നു. മാഞ്ചസ്റ്റർ ലീഗ്സിന്റെ ആ സൈഡ്. ഇപ്പൊ നമുക്ക് അതിനെക്കാളും ചീപ്പായിരിക്കും അൽബേനിയ പോകാൻ വേണ്ടി. ഞങ്ങളിപ്പോ ഇവിടുന്ന് ഞങ്ങൾക്ക് സ്കോട്ട്ലൻഡിൽ പോകണമെങ്കിൽ ചിലപ്പോ ഒരു ഇപ്പം അടുത്ത് ചിലപ്പോ ബസ് ചാർജ് വരും. ബസ് ചാർജ് ഡയറക്റ്റ് ബസ് ഇതാവുമ്പോ ഫുഡും അക്കോമഡേഷനും ഒന്നും ഇല്ലാണ്ട്. ഇത് നമ്മുടെ ട്രെയിൻ ആകുമ്പോ അതിനേക്കാളും കൂടും. പക്ഷെ അൽബേനിയക്ക് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് 50-35 കിട്ടും. അതല്ലേ, അതിപ്പം സീസൺ ഉണ്ടോ അവിടെയൊക്കെ? ഇല്ലല്ലോ. സമ്മറാണ് സീസൺ അൽബേനിയ. പക്ഷെ ഇപ്പൊ സീസൺ കഴിയാറായിട്ടുണ്ടോ ഏകദേശം? ഇപ്പൊ സീസൺ കഴിഞ്ഞു തോന്നുന്നു. എന്തായാറായി ഒരു മാർച്ച് ഏപ്രിലൊക്കെ ഏപ്രിൽ തുടങ്ങി അവിടെ സീസൺ. ഏപ്രിലല്ലേ? ഏപ്രിൽ ഇവിടെ നമ്മുടെ സമ്മർ, ഇവിടുത്തെ സമ്മർ ടൈം തന്നെ എല്ലാ സ്ഥലത്തും ഓപ്പൺ ആവല്ലേ ഏകദേശം. ഇത് പറഞ്ഞാൽ നമ്മളിപ്പോ മൈൻഡ് ഒന്ന് ഫ്രീ ആയി തുടങ്ങിയത്. അപ്പോഴാണ് നമുക്ക് എൻജോയ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി അത് സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പൊ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയി എല്ലാ കാര്യത്തിലും. എല്ലാവരും ഒന്ന് ഫാമിലിയായാലും വിളിക്കുമ്പോൾ അവരും ഓക്കെ ആയി വരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല അവര്. പക്ഷെ അങ്ങനെയൊക്കെ പോന്നു. സിനിമയിലൊക്കെ കുഞ്ഞക്കാലി അതാണ് നെക്സ്റ്റ് ഇയർ ഒഫീഷ്യലി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ആലോചിക്കാൻ. നിങ്ങളായിട്ട് കമ്മിറ്റഡ് മാരേജ് ഫാമിലി? ഞങ്ങൾ രണ്ടുപേരും അല്ല.
കട്ട് ചെയ്യേണ്ടി വരും. കോൺഫിഡൻസ്. വിഷയാണത്. നമുക്ക് ലണ്ടനിലൊക്കെ വന്നിട്ട് ബോയ്സ് സിംഗിൾ ലൈഫ് അല്ലേ, എനിക്ക് അത്ര പിടിക്കുന്നില്ല. ആദ്യം കേട്ടിട്ടാണോ? ഞങ്ങള് വേണ്ടാന്ന് വെച്ചതാ. എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഇതിൽ നമ്മൾ വന്നു. ഞാനൊക്കെ പറയാം, കണ്ണീർ തറച്ചിട്ട് പറയാം. ഓണ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓണത്തിന് ഇപ്പൊ ഞങ്ങൾ തന്നെ വീട്ടിൽ ചെറിയൊരു പ്രോഗ്രാം, ഞങ്ങളെ ഇവിടെ തന്നെ കുറച്ചധികം ആൾക്കാരുണ്ട്, ഒരു 10-20 പേര് ഈ വീട്ടിലും. പിന്നെ അതല്ലാണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് വന്നവരാ കുറച്ച് പേര്, ഞങ്ങൾ തന്നെ ആയിട്ട് എല്ലാം ഒരുമിച്ച്. നിങ്ങൾ പ്രോപ്പർ ലണ്ടൻ? ഞങ്ങൾ ലണ്ടൻ അല്ല, ലെസ്റ്റർ എന്ന് പറയും. ലെസ്റ്റർ. ഓക്കെ ഓക്കെ. ബർമിംഗ്ഹാം, നോട്ടിംഗ്ഹാം ആ ഒരു ഭാഗം. വന്നപ്പോ തൊട്ട് ഇവിടെ തന്നെ. ഞങ്ങൾ ഇവിടെ DMU പഠിച്ചേ, അത് കഴിഞ്ഞ് ഇവിടെ ലെസ്റ്ററിൽ തന്നെ ഞങ്ങള് പഠിച്ചു, അവിടെ തന്നെ കറങ്ങിത്തിരിയുന്നു. റീലൊക്കേറ്റ് ചെയ്യാൻ അത് അവിടെ തന്നെയാണോ? റീലൊക്കേറ്റ് ഞങ്ങളിവിടെ ഞങ്ങൾ ശ്രമിച്ചായിരുന്നു, 1-2 വട്ടം ഞങ്ങൾ ശ്രമിച്ചു റീലൊക്കേറ്റ് ചെയ്യാൻ, പക്ഷെ അവിടെ എത്തുന്നില്ല. എങ്ങനെ പോയാലും കറങ്ങിട്ടിരുന്ന അവസാനം ഇവിടെ തന്നെ വരും. ഞങ്ങള് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നോർവിച്ചിലേക്ക് പോയതാണ്. ഓൺ ദി വേ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ തിരിച്ചു പോകുന്നു. ഞങ്ങൾ കുറച്ച് നാളൊരു 5-6 മാസത്തേക്ക് സ്റ്റോക്ക് ഓൺ ട്രെൻഡിക്ക് മാറിയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നാള് വർക്ക് ചെയ്തു, തിരിച്ചും കൂടെ തന്നെ വന്നു. പക്ഷെ അവിടെ എങ്ങനെ ബിസി ലൈഫ് ആണോ? അവിടെ ലൈക്ക് സിറ്റി ആണോ? വലിയ സിറ്റി അല്ല, ലൈക്ക് ഒരു കാം അറ്റ്മോസ്ഫിയർ മെയിൻലി. സീസൈഡ് അല്ലല്ലോ? സീസൈഡ് അല്ല, കൃത്യം സെന്റർ ആയി. ഇവിടെ എപ്പോഴും ലൈവ് ആണ്. ഇവിടെ സിറ്റി സെന്റർ ആയാലും എന്തായാലും ഫുൾ ലൈവ് ആണ് ഇവിടെ. ഇവിടെ നമുക്ക് കൂടുതലും ഒരു മിക്സഡ് കൾച്ചറാണ്. ലൈക്ക് ലോകത്തുനിന്നുള്ള എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാരും, സൗത്ത് ഏഷ്യൻസും ആഫ്രിക്കൻസും എല്ലാവരും ഉണ്ട്. അതല്ലേ? ഇവിടെ ഇപ്പൊ ഏകദേശം ഇവിടെ വെച്ചാല് കുറച്ച് ഹൈ ഏരിയ. നമ്മുടെ ഇപ്പൊ നാട്ടില് മഴയുള്ള ഒരു ഏരിയ ഉണ്ടാവല്ലോ കേരളത്തിലൊക്കെ, അതേപോലത്തെ ഏരിയ ഇവിടെ ഫുൾ ടൈം മഴ ആയിട്ടൊരു വൈബിൾ ഏരിയ, തണുപ്പും മഴയും കുറച്ച് ഹൈ ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് എപ്പോഴും കുറച്ച് സ്പോട്ട് പോലത്തെ സ്ഥലമാണോ അപ്പൊ അത്? ആക്ച്വലി ഇവിടെ സമ്മർ ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റിയ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ഏരിയ സ്വിമ്മിംഗ് സ്പോട്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നിയർ ബൈ ടൗൺ സിറ്റി എന്ന് പറയുമ്പോൾ ലീഡ്സും പിന്നെ മാഞ്ചസ്റ്ററും പോകണമെങ്കിൽ ഇവിടുന്ന് 20 മിനിറ്റ്സിന്റെ ഡിസ്റ്റൻസ് ഇല്ല, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് 2 സൈഡ് നമ്മൾ സെന്ററാണ്. പിന്നെ ഇവിടെയും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ബ്രാഡ്ഫോർഡ് ഉണ്ട് നിയർ ബൈ. പിന്നെ മലയാളികളുണ്ട് അത്യാവശ്യം, പക്ഷേ നമ്മൾ ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ കുറവ്. ലൈക്ക് റെസ്റ്റോറൻറ്റ്സ് ഇല്ല, മലയാളീസിന്റെ റെസ്റ്റോറൻറ്റ്സ് 1-2 ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അതൊക്കെ ഉണ്ട്, നിറച്ച് മലയാളികളാണ്. 3-4 റെസ്റ്റോറന്റുകളുണ്ട്, മലയാളി റെസ്റ്റോറന്റുകൾ. ഇവിടെ 2 ഉണ്ട്, പക്ഷേ ഇപ്പം 3-4 ഹോട്ടൽസ് ഉണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. ഇവിടെ ഒറ്റ ആയതുകൊണ്ട് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഇല്ല. അതിങ്ങനെ തൊട്ടടുത്തല്ല, പല പല സ്ട്രീറ്റുകളിലായിട്ട് മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റുകൾ ഉണ്ടാവുമല്ലോ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള വർക്ക് ലൈഫ് ഒക്കെ നിങ്ങളുടെ? ലൈക്ക് നാട്ടിൽ വർക്ക് ചെയ്യായിരുന്നു രണ്ടുപേരും? നാട്ടിൽ ഞാൻ ക്രിട്ടിക്കൽ കെയർ ആയതുകൊണ്ട് ഫുൾ ടൈം വർക്ക് ആയിരുന്നു. ലൈക്ക് ഞാൻ 24 hours ഷിഫ്റ്റ് എടുത്തിട്ട് പിന്നെ 1 day ചിലപ്പോൾ ഓഫ് കിട്ടും. ചില സമയത്ത് 6 days സ്ട്രേറ്റ് എടുത്തില്ല, 7 days സ്ട്രേറ്റ് എടുത്തിട്ട് 1 day ഓഫ് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ പണിയില്ല. ലൈക്ക് വീക്കിൽ ഒരു 3 days ഒക്കെ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 days ഞാൻ എൻ്റെ ബോർ അടിച്ചിട്ടൊക്കെ ഷിഫ്റ്റ് അടിക്കും. ലൈക്ക് നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ വർക്ക് കൾച്ചർ എന്ന് വെച്ചാൽ ഫുള്ള് സ്ട്രെസ് ലൈഫ് ആയിരിക്കും. ഫുൾ ടൈം വർക്ക് ചെയ്യതും നമുക്ക് ബെനിഫിറ്റ്സും കുറവാണ്. ലൈക്ക് എന്താ പറയുക, നമ്മൾ സ്ട്രെസ് കൂടുതലാണ്, നമുക്ക് അതിൻ്റെ അപ്രിസിയേഷൻ കിട്ടുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഡിഫറൻസ്. നമ്മൾ ഇവിടുത്തെ ഇംഗ്ലീഷ് പീപ്പിൾ, നമ്മൾ ഇവിടുത്തെ ബ്രിട്ടൻസ് എന്ന് വെച്ചാൽ ഇവർക്ക് ഈ വർക്ക് അവർക്ക് ഭയങ്കര ഓവർലോഡാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ചെറുതാ. നാട്ടിൽ നമ്മൾ എല്ലാ ദിവസവും പോയി ഒരു ദിവസം ഓഫ് കിട്ടുന്നുള്ളൂ. നമുക്കിവിടെ 2 ലോങ് ഡേ കഴിഞ്ഞാൽ പിന്നെ ഓഫാണ്. പക്ഷെ നമുക്ക് ഇനഫ് റെസ്റ്റ് നമുക്ക് നന്നായി കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഒരു ഓവർലോഡ് അല്ല. പിന്നെ ആ ദിവസം ബിസി ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, ആ ഒരു ഡേ ബിസി ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. എല്ലാം കൊണ്ട് ബെറ്റർ. കുറെ കാര്യങ്ങൾ ഇപ്പൊ നാട്ടിൽ കമ്പയർ ചെയ്യുന്നില്ല. ലൈക്ക് ഇപ്പൊ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, വെറുതെ ട്രാഫിക്കിന്റെ സൗണ്ടും ശല്യം അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര പൊളൈറ്റ് ആണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക്. പിന്നെ എനിക്ക് ഇവിടെ റേസിസം ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയില്ല എവിടെയും. ഞങ്ങൾക്ക് ഇതുവരെ ഫെറ്റ് ചെയ്തില്ല. ചെയ്യുന്ന ആൾക്കാരുണ്ടാവായിരിക്കും, ബട്ട് അതെനിക്ക് അത് ഇതേപോലെ ഇപ്പൊ പോപ്പുലേറ്റ് ഉണ്ട് കുറച്ച്. ഇപ്പൊ ഇവിടെ എല്ലാ കൾച്ചറിലുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടായിരിക്കും. അത് ഓരോ ഏരിയ ഡിപെൻഡൻസ് വെച്ചിരിക്കും. ഓരോ വർക്ക് സ്പേസ് ഒക്കെ വരുമ്പോ ചില സമയത്ത് ഓരോ ആൾക്കാരുടെ ഡൊമിനേറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരില്ലാന്നുണ്ടെങ്കിൽ അവര് കുറച്ച് ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യും. മെയിൻലി എനിക്കൊന്ന് ഈ ജോബ് ഒന്നും ഇല്ലാണ്ട് ചെറിയ കൺട്രി സൈഡ്സ് ഉണ്ടല്ലോ, അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ഉള്ളിലേക്കൊക്കെ കയറുമ്പോ പിന്നെയും
അവിടെയൊക്കെ നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ കൺട്രി സൈഡൊക്കെ എല്ലായിടത്തും അല്ല, ചിലയിടത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ആൾക്കാർ തുറപ്പിച്ച് നോക്കണം നമുക്ക് കാണാം. അല്ലെ, അവരെന്താ ഉദ്ദേശിക്കണം നമുക്കറിയില്ല. അപ്പൊ നമ്മൾ അവിടെയൊക്കെ ഓക്കെ അല്ലേ? ഇവിടെ അങ്ങനെ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലും വലിയ പ്രശ്നമില്ല. എപ്പോഴാണ് ലൈക്ക് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാമെന്ന് പ്രോപ്പറായിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് അശ്വിന് തോന്നിയത്? ലൈക്ക് ഈ ഒരു റിസ്ക് എടുക്കാം ലൈഫിൽ നിന്ന്. ആക്ച്വലി ഞാൻ റിസ്ക് എടുക്കാന്നല്ല എൻ്റെ മൈൻഡിലുണ്ടായി. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഇങ്ങനെ ഒരാളടുത്ത് പ്രോമിസ് കൊടുത്തു. അപ്പൊ അതെന്തായാലും കീപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമോ എൻ്റെ മൈൻഡിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ആലോചിക്കും എന്താ ചെയ്യാൻ. ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്തേ. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ നാട്ടിന്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് കുറെ നമ്മൾ ന്യൂസസ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ഇത് ഇവളുടെ ഫാമിലി നമ്മുടെ നാട്ടിലെ സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കും നമുക്കറിയില്ലല്ലോ. അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും അറിയില്ല. അതിനിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങള് കാണാൻ മീറ്റ് ചെയ്യും, ഒബ്വിയസ്ലി മീറ്റ് ചെയ്യുമല്ലോ നാട്ടിലുള്ള സമയത്താണെങ്കിലും. അപ്പൊ ആ സമയത്ത് കൊറോണ സമയമാണ്. പക്ഷെ എനിക്ക് പെർമിഷൻ ഉണ്ട് ട്രാവൽ ചെയ്യാനുള്ള, കാരണം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കാണും. അപ്പൊ കണ്ട സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ വണ്ടി എടുത്തപ്പോ അപ്പൊ അവള് വണ്ടി എടുത്ത് വരും. നമ്പറൊക്കെ ഫോട്ടോ എടുത്ത് ഇതൊക്കെ ആരുടെ പേരിലെ വണ്ടിയിലാന്ന് അറിഞ്ഞിട്ട് എന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. ആരോ ആരാന്നോ എനിക്കറിയത്തില്ല, എവിടെന്നാന്നോ അറിയത്തില്ല. തട്ടുകൊടുത്തിട്ടുണ്ട്. തട്ടിട്ട് കണ്ടല്ലോ, ഞാൻ സാധാരണ ഡ്രസ് പെൺകുട്ടി ഏതൊരു ചെറുക്കനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വണ്ടി എടുത്തിട്ട് ഇവൻ വണ്ടി, അപ്പൊ വണ്ടിയുടെ പേരറിയില്ല, ഒബ്വിയസ്ലി പേരറിയില്ല അവർക്ക്. അപ്പൊ വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് ആ പേര് കണ്ടുപിടിച്ചിട്ട് എന്റെ വീട്ടിൽ അറിയിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ ആരാ. വീട്ടിലെത്തുന്നതിന് മുന്നേ അവരറിഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് അമ്മ വന്നിട്ട് മോളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു പറയാ. ഞാൻ അത് പറഞ്ഞു ഞാൻ ഫ്രണ്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പിടിക്കാൻ പോയതാണ്. കഴിഞ്ഞു. വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇത് ഇപ്പൊ റിലേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല ഇഷ്യൂ ഉണ്ടായിട്ടുള്ളൂ. അതുവരെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഫ്രീക്വന്റ്ലി കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. കൊറോണ സമയത്ത് ആയതുകൊണ്ട് എന്തെങ്കിലും ചിലപ്പോൾ മന്ത്ലി 1 or 2 അങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ള ആ സമയത്ത്. പിന്നെ നമുക്ക് വീഡിയോ കോളൊക്കെ ഉള്ളതുകൊണ്ട് സർവൈവ് ചെയ്ത് പോയി. പ്രപ്പോസ് ചെയ്തത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു, എനിക്ക് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഫോണിൽ കൂടെ സംസാരിച്ച സമയത്ത് ഇനിയിപ്പോ സീരിയസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ കൂടി വേണ്ടിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയി അവിടുന്ന് ശിവന്മാര്, അതായത് സ്റ്റുഡൻസ് ഒന്നും കാണുന്നത് ഞാൻ എവിടെയാണ് എല്ലാരും കാണുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എത്തുമ്പോ തന്നെ തിരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി നൈറ്റ് ആകുമ്പോൾ എന്നെ കുറെ സ്റ്റുഡൻസ് അവിടെ അറിയാം. കാരണം എല്ലാ സ്റ്റുഡൻസ് വന്നിട്ട് അവര് ക്ലാസ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോ എല്ലാരും ചേട്ടാ സൂപ്പർ, ചേട്ടാ കങ്കറാസ്, ഞങ്ങള് ഫ്ലവർ കൊടുക്കുന്നത് കണ്ടായിരുന്നു, പുള്ളി രണ്ടാളും നല്ല മാച്ചാണ്. പിന്നെ ഫുൾ കോംപ്ലിമെന്റ്സ് എല്ലാരും ഭയങ്കരമായിട്ട്. അത് ആ കോളേജ് മൊത്തം 4th year 3rd year 2nd year എല്ലാരും അറിഞ്ഞു. കോളേജ് സ്റ്റുഡൻസിന് ഭയങ്കര ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഞാൻ അപ്പൊ പഠിച്ചിറങ്ങിയ ഒരു 2nd year ആകുമ്പോൾ ഞാൻ അവിടെ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ സീനിയർ സ്റ്റാഫ് ഈ സ്റ്റുഡൻസ് പറഞ്ഞു കൊടുക്കില്ല. അവർക്ക് ഭയങ്കര ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും, കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക്. അതങ്ങനെ ഇങ്ങനെ. അപ്പൊ നമുക്ക് വിഷമം. അപ്പൊ നമ്മൾ ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടില്ല വന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ മെഡിക്കേഷൻ കൊടുക്കുക, ഇഞ്ചക്ഷൻ വെക്കുക, അല്ലെങ്കിൽ കാനലേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ബ്ലഡ് എടുക്കുക, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ചെയ്യേണ്ടത് ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. എനിക്കൊരു കാര്യം പറയണ്ട. അത് സംഭവം പറഞ്ഞാല് ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവന് അധികം ഇവനെ ശ്രദ്ധിക്കാറില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോ പിന്നെ എന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ട് ഞാൻ ഇവനെ അവർക്ക് വേണ്ടി വായി നോക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടമായിരുന്നു. കുറവാണ്. അപ്പൊ അവള് പറയുന്നു എടി അശ്വബ്രദർ എനിക്ക് ക്യാൻ എഴുതാൻ പഠിപ്പിച്ചടി. ഞാൻ ആണോ? അത് ഇപ്പൊ നമ്മള് ചെയ്ത റിലേഷൻ ആയ സമയത്ത് ഞാൻ എടാ നീ അങ്ങനെയൊക്കെ ചെയ്തില്ലടാ. ഇപ്പൊ അങ്ങനെയാ. അങ്ങനെ കൊറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഷെഹൽ യെസ് പറയുമ്പോ കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഒരാളെ ഇപ്പൊ ഞാൻ തന്നെ ഒരു കുട്ടീനെ പ്രപ്പോസ് ചെയ്യുമ്പോ എനിക്കുള്ളേക്കാളും കൂടുതൽ പ്രഷർ ആൾക്കായിരിക്കും അത് യെസ് പറയുമ്പോ. എന്തായിരുന്നു അപ്പോ മൈൻഡിൽ കൂടെ? അയ്യോ നമ്മള് സത്യം പറഞ്ഞാ ഇപ്പൊ ഇവനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മള് കൊറേയൊക്കെ എന്താ പറയാ, പിന്നെ അപ്പൊ തന്നെ നമ്മൾ ഓക്കെ ആയില്ല കേട്ടോ. ഓക്കെ ഇഷ്ടാണ്, പക്ഷെ എന്താ പറയാ
അത് ഇത് മുന്നോട്ട് പോവോ അല്ല, കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ല മുന്നോട്ട് പോവോ എന്നുള്ളൊരു കുറെ പേര് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ റിലേഷൻ കൊണ്ട് വിഷമിക്കുമല്ലോ, അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കി. അത് നമ്മൾ കുറെ ചിന്തിച്ചിട്ടാണ് ഓക്കെ ഇത് നമുക്ക് എന്തായാലും മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ. കാരണം ഇതിപ്പോ ഈ 5 വർഷത്തെ സ്റ്റോറി നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. ആ 1 വർഷം നാട്ടിലിപ്പോ നമ്മൾ 4 വർഷം കൊണ്ട് നിന്നു അല്ലെ, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ 3.5 വർഷം അവിടെ നിന്നു. ആ 3.5 വർഷത്തെ എന്നാൽ ഒരു 1.5 വർഷം നമ്മൾ ചിന്തിച്ച ശേഷമാണ് നമ്മൾ തീരുമാനം എടുത്തത് ഓക്കെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളത്. മനസ്സിലായി? ഞങ്ങള് അതിനിടയിൽ ഒരു പ്രാവശ്യം ഓക്കെ നമുക്ക് റിലേഷൻ ബ്രേക്ക് ചെയ്യാം, അപ്പൊ ഫാമിലിക്ക് വിഷമാവുന്നൊക്കെ ചിന്തിച്ച് ഒരു ദിവസമായില്ലല്ലേ, ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാൻ പറ്റി. അപ്പോഴത്തേക്ക് കരഞ്ഞ് ഫുള്ള് ഞാനും വിഷമിച്ച് ഫുള്ള് സെൻഡ് ചെയ്യും, പറ്റും തോന്നില്ല ഓക്കെ എന്നാ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അറിയാലോ. അപ്പൊ കൊറേ ഇതുണ്ടായിരുന്നു അതിന്റെ എന്താ പറയാ നമ്മളെ തോട്ട്സിൽ അങ്ങനെയൊക്കെ അല്ലേ എപ്പോഴും വരിക. കാരണം ഞാൻ അങ്ങനെ വളർന്ന കേട്ടോ, അത് അതിൻ്റെതായ ഇതൊക്കെ ഉണ്ട്. എന്നാലും എന്താ പറയാ എന്റെ കുറച്ചുകൂടെ ഓർത്തഡോക്സ് രീതിക്കുള്ള ഫാമിലിയാണ്. സോ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഒരുപാടല്ല, പക്ഷെ ഫുള്ളായി ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചൊക്കെ അലൗഡ് ചെയ്തിരുന്നില്ല നമ്മളൊക്കെ. അപ്പൊ ആ ഒരു ഇത് ഫാമിലിന്റെ സിറ്റുവേഷൻ ചിന്തിച്ചു നോക്കാനല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയി. നമുക്കിതിൽ കൂടുതൽ ഡീപ്പായിട്ട് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് ചില ഒരു ആൾക്കാർക്ക് ചിലപ്പം അത് ട്രിഗർ ചെയ്യും. എന്തിനാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, ബിക്കോസ് അത് അവർ ആരോഗ്യം എടുക്കുള്ളൂ. ഈവൻ നമ്മൾ നോർമലി നല്ല കാര്യം പറഞ്ഞാൽ കൂടി നെഗറ്റീവ് വരും. അപ്പം നമ്മൾ പ്രോപ്പർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാത്ത രീതിയിൽ ട്രിഗർ ചെയ്തിട്ട് ഇഷ്യൂസ് ആകും, നിങ്ങൾക്ക് ഇഷ്യൂ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ്, എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഓൾറെഡി അന്നും ഇന്നും സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ വീട്ടില് നീ ഹാപ്പിയാന്ന് കല്യാണം കഴിച്ചോ, പക്ഷെ നിനക്കൊന്നും പറ്റാൻ പാടില്ല, അത് മാത്രമേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. അത്ര ആ ഒരു ഇതുണ്ടായിട്ടുള്ളൂ ഫാമിലി എല്ലാവരും. എന്റെ ഫാമിലി പിന്നെ ഫാമിലി നമ്മൾ ആക്ച്വലി നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഫാമിലി നോക്കൂല. ഇപ്പം അച്ഛൻ്റെ അവരെ ആൾക്കാർ നമ്മൾ നോക്കൂല്ലോ, അല്ലെങ്കിൽ കസിൻ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് കസിൻസ് അത് പറ്റില്ല പറഞ്ഞു, നമ്മൾ പറ്റില്ല നീ വരണ്ട, അത്രേ നമ്മൾ പറയുള്ളൂ. പക്ഷെ അതങ്ങനെയാണ്. നമ്മള് ഫാമിലി, ക്ലോസ് ഫാമിലി, പിന്നെ നമ്മൾ ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ ഓക്കെയാണ്, അവർക്കൊക്കെ ഹാപ്പിയാണ്. നമ്മളത് നോക്കി, കാരണം നമ്മളെ ഇഷ്ടങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഒരു എന്താ വെൽ വിഷേഴ്സ് നമ്മൾ പറയുള്ളൂ. അല്ലാണ്ട് എല്ലാത്തിനും നെഗറ്റീവ് ആൾക്കാർ പിന്നെ നമ്മുടെ ലൈഫിൽ നിൽക്കുന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ആക്ച്വലി. അപ്പോൾ ഇപ്പം എല്ലാം കൊണ്ടും അടിപൊളി പോകുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്ന നെക്സ്റ്റ് ഇയറിന് മാരേജ് കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു 5 വർഷത്തെ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ഏറ്റവും ഹാപ്പി ആയിട്ടൊരു മൊമെന്റ് ഷെയർ ചെയ്യാൻ പറ്റും? പറയില്ല നമ്മൾ മെമ്മറബിൾ മൊമെന്റ് ടു റിമെമ്പർ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? മെമ്മറബിൾ എല്ലാം ഡേ ടു ഡേ. സത്യം പറയാലോ, ഞാൻ ഇവനോട് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാല് നമുക്കിപ്പോ ഡെയിലി അപ്പൊ ഒരു വീഡിയോ അടിച്ചാൽ ഇവനോട് പറയും എന്താ എടാ നമുക്ക് കുറച്ച് മാത്രം ഇടാം, നമ്മൾ എപ്പോഴാടാ പോയി മരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല, അപ്പൊ ഡെയിലി നമ്മൾ എന്താണ് സന്തോഷത്തോടെ ജീവിക്കണോടാ പറഞ്ഞു. വഴക്കൊക്കെയാണ്, കുഞ്ഞു കുഞ്ഞു വഴക്കാം, പക്ഷെ അപ്പത്തിനായും എനിക്ക് ചിരി വരും, വേഗം ചിരി വരും. നമ്മളൊരു ഇതാക്കി ഇങ്ങനെ നോക്കുമ്പോ അപ്പോൾ ചിരിക്കുന്ന ഒരാള്, മനസ്സിലായോ? അപ്പൊ ചൂടെ നിൽക്കാൻ പറ്റും, അതാണ് പ്രശ്നം. ഇവൾക്ക് പെട്ടെന്ന് ഇവിടെ പെട്ടെന്ന് തണിയും ചെയ്യും. എനിക്ക് അങ്ങനെ ദേഷ്യം വരില്ല, വന്നാലും ഇവളുടെ അടുത്ത് വന്ന അപ്പൊ തന്നെ പോകും. അപ്പൊ വന്ന് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. അപ്പൊ ഞാൻ മൂത്തോമ്പ് ചിരിച്ചു, അപ്പൊ പിന്നെ അടുത്ത് വരുന്നു. അപ്പൊ നമ്മളെന്താ പറയാ, ഇപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് പറയാനില്ല, എല്ലാ ഡേയ്സും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്താണ് എനിക്ക്, കാരണം കുറെ കാലത്തിന്റെ സ്ട്രഗിൾ ചെയ്ത് ആ ഒരു ഡേ എത്തിയപ്പോ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു ആ ദിവസം. പക്ഷെ നമ്മൾ കാര്യമായിട്ടൊന്നും വീഡിയോ അങ്ങനൊന്നും എടുത്തില്ല, കാരണം അത് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കാണ്ടിരുന്നതാ. കാരണം നെക്സ്റ്റ് ഇയർ നമുക്ക് ഭയങ്കര എന്താ പറയാ, അതുകൊണ്ടാണ് ഒന്നും പോസ്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ ചോദിക്കും കല്യാണം കഴിഞ്ഞു ശരിക്കും, ഞാൻ ഹീസ് മൈ ഹസ്ബൻഡ് എന്നൊക്കെ കൊടുക്കുമ്പോൾ അവര് എല്ലാവരും ചോദിക്കാറുണ്ട്. അത് പറഞ്ഞാ അതെ, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് തന്നെയാണ്. എനിക്ക് അടുത്ത വർഷം അത് ഇടണം, എല്ലാം കൂടി ഒന്ന് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. സോ ബേസിക്കലി പറയാനുണ്ടെങ്കിൽ ആ ദിവസമായിരിക്കും ഞാൻ പറയാ, കാരണം കുറെ സ്ട്രഗിൾ ചെയ്ത ശേഷം സ്വന്തമായി എന്ന് പറയാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ സ്വന്തമാണ് പക്ഷെ എന്നാലും ലീഗലി നമ്മളാകുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമല്ലോ, ലൈക്ക് അതൊക്കെ ആയിരിക്കും ഞാൻ പറയാ. പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം. ലൈക്ക് എനിക്ക് ഗാഡ്ജറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അതിനുള്ള ക്രേസ് വേഗം പോകും. ലൈക്ക് ഒരു ബോയ്സ് അധികം ആൾക്കാർക്കും ഇപ്പൊ വാച്ചസ്, ഇലക്ട്രോണിക് ഐറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ ലാപ്പ്, അല്ലെങ്കിൽ ഡ്രോൺ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് സാധനങ്ങളും കണ്ട് കുറച്ചത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് ഒരു ക്യൂരിയോസിറ്റി അത്ര. പിന്നെ പൊതുവെ ഞങ്ങൾ ഒന്നിച്ചുള്ള കുറെ മൊമെന്റ്സും അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഹാപ്പിയും. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ ഫുൾ ടൈം ഒന്നിച്ചാണ്, കാരണം ഡ്യൂട്ടിയുള്ള സമയത്ത് നമ്മൾ ഒന്നിച്ചാണ്, വർക്ക് ഇവിടെ കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഒന്നിച്ച്, നമ്മള് ഷിഫ്റ്റ് എല്ലാം ഒന്നിച്ച് നമ്മൾ എടുക്കാറ്. അപ്പൊ പിന്നെ 24/7 ഒന്നിച്ചായിരിക്കും.
ഡൗട്ട്സ് ഒക്കെ ചോദിക്കും. ഞങ്ങള് എന്താ പറയാ ടിപ്സ് ഒക്കെ പറഞ്ഞു എങ്ങനെ പോയി. ആവശ്യമുണ്ടാവും, നമ്പർ മേടിച്ചോ. ആദ്യം വീട്ടിൽ പറയുമ്പോ എങ്ങനെയായിരുന്നത്, എങ്ങനെ അവതരിപ്പിച്ചത് വീട്ടില്? അയ്യോ സത്യം പറഞ്ഞാൽ നമ്മള് ഒരു ട്രിപ്പ് ലണ്ടൻ ട്രിപ്പ് പോയായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓഡിയോ അയച്ച് 2 ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഇത് കേട്ടാണ് പിന്നെ കുറച്ചുകൂടി ധൈര്യം വന്നല്ലേ. അതായത് കുറെ ഓഡിയോ അവരിങ്ങനെ അയക്കുമല്ലോ, കേൾക്കൂല, ഞാൻ കോൾ എടുക്കൂല, അറ്റൻഡ് ചെയ്യില്ല, എന്നെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിനുശേഷം അവർ ഓഡിയോ അയക്കാൻ തുടങ്ങി. അവര് ഫുൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ അവരാ സ്ട്രെസ്സും പിന്നെ അവരെ പേടിച്ച് എന്തൊക്കെയോ കുറെ ഓഡിയോ നമുക്ക് കിട്ടി. അപ്പൊ ഓരോ ഓഡിയോകൾ കേൾക്കും, കരയും, എന്നിട്ട് തുടച്ചു ഓക്കെ, എന്നിട്ട് അടുത്ത ഓഡിയോ വെക്കും, ആദ്യം കരയും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കറങ്ങി സെറ്റ് ആവും. അപ്പൊ 1 വീക്ക് ലണ്ടനിൽ കറങ്ങി നടക്കുന്ന സമയത്ത് ഈ ഓഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഗാർഡനിലൊക്കെ പോയ സമയത്ത് ഗാർഡനിൽ പോകുന്നതിന് മുന്നേ കരഞ്ഞ്, പിന്നെ ഗാർഡനിലെത്തി കണ്ട് സന്തോഷമായി, ഫുൾ ഫോട്ടോ എല്ലാം എടുത്ത് സെറ്റായി. പിന്നെ ഒരു 1/2 മണിക്കൂർ ആദ്യം കേട്ട് അടുത്ത കരച്ചിലായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് ഓക്കെ, പിന്നെ ഓക്കെ. പിന്നെ അങ്ങനെ ഓരോ ഓഡിയോ കേട്ട് 1 വീക്ക് കൊണ്ട് ഓഡിയോ കേട്ട് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മളൊക്കെ അങ്ങനെ കേട്ടോ പറഞ്ഞു. അല്ലാണ്ട് ഡയറക്ടർ വിളിച്ച് എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. നാട്ടിലിരിക്കുന്നത് പറയാൻ പറ്റില്ല. നാട്ടിലാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെയാണ്, അവരവിടെ, നമ്മളിവിടെ. കുറച്ചും കൂടി പറയാനുള്ള ഒരു ധൈര്യം എന്തായാലും പെട്ടെന്ന് വന്നിട്ട് ഇഷ്യൂ ഒക്കെ ആവൂലല്ലോ. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ആദ്യം എന്താ വെച്ചാൽ കുറച്ച് ഹിന്റ് കൊടുത്തു. ഫസ്റ്റ് ഹിന്റ് ഒക്കെ കൊടുത്തു. ഒരുമിച്ച് ഇപ്പം ഇതാണ് എന്താ പറയാ, ഇവൻ ഇവിടെ ഉണ്ടെന്ന് അറിയാം, ഞാൻ വരുന്നതിന് മുമ്പേ ഇവനാണ് എനിക്ക് ഫ്രണ്ട് ആയിട്ടുള്ളൂ എന്ന് ആദ്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ വന്ന് നമ്മള് ഫോട്ടോസ് സത്യം പറഞ്ഞ ഒരു ആണ്ട് കൂടെ വീട്ടിൽ ഇടുന്ന തന്നെ പ്രശ്നം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ പിന്നെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇടാൻ തുടങ്ങി. അപ്പൊ ചോദിക്കും എന്താ ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങും. വലിയ കാർണോമേഴ്സൊക്കെയാണ് ചോദിക്കുക. അപ്പൊ പിന്നെ കേൾക്കൊന്നുമില്ല, പിന്നെ ഇടും. അങ്ങനെ ചെറിയ ഹിന്റൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു. കേൾക്കുമ്പോ തോന്നും അയ്യോ എന്തൊരു ഇതാണെന്ന് തോന്നും. പക്ഷെ എല്ലാം പേടിച്ചോണ്ടാ ചെയ്തേ. നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കോൾ വരും, നെക്സ്റ്റ് ഒരു മെസ്സേജ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. ലൈക് നമ്മുടെ ഇത് താങ്ക്സ് ഫോർ കമ്മിങ്. നിങ്ങൾ വിളിച്ചപ്പോ നമ്മളാരും സത്യം ഭയങ്കര നെർവസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എന്താ പറയാ, ഞങ്ങൾ ആക്ച്വലി ഭയങ്കര പോപ്പുലർ ഒന്നും, ഞങ്ങൾ ജസ്റ്റ് ഒരു ഞങ്ങളെ എന്റർടൈൻമെന്റിന് വേണ്ടി ഫോട്ടോസ് ഇടുന്നു, വീഡിയോസ് ഇടുന്നു. അല്ലാണ്ട് നമ്മളിങ്ങനെ വിചാരിച്ചില്ല. ഒരു രസം, നമ്മളെ ഹാപ്പിനെസ് വേണ്ടി ചെയ്യുന്നു. ഇഷ്ടായിട്ടോ സംസാരിക്കുന്നതും എന്താ കീപ് ഗ്രോയിങ്. ഞങ്ങളിപ്പോ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഇന്ററാക്ട് ചെയ്ത് അത് നമ്മൾ ആദ്യം പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് സിങ്ക് ആയി നിങ്ങളായിട്ട്. മേ ബി ഏജ്, പിന്നെ അതേപോലെ തന്നെ എല്ലാരും ഒരേ വൈബ്. പിന്നെ അതന്നെ ഇപ്പം നല്ലതാണ് ഇങ്ങനത്തെ ഓരോ ഐഡിയാസ്. നമ്മുടെ ആൾക്കാർ, നമ്മളെ മലയാളീസ് ഇങ്ങനത്തെ പുതിയ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഫുൾ സപ്പോർട്ട്. അടിപൊളിയായിട്ട് സെറ്റപ്പ് ആവട്ടെ, കുറച്ചും കൂടി ബെറ്റർ ആയി ഗ്രോ ആവട്ടെ. ഷെയർ ചെയ്യാൻ എല്ലാം നടക്കട്ടെ, അടിപൊളി ആവട്ടെ. നേരിട്ട് കാണാൻ എപ്പോഴെങ്കിലും ഷുവർ, നമ്മളെന്തായാലും ട്രാവൽ ഇപ്പൊ തുടങ്ങും. അപ്പൊ എന്തായാലും ഞങ്ങള് ബക്കിംഗ്ഹാം പാലസ് വരണം ഒരു ആഗ്രഹം ഉണ്ട്. അപ്പൊ അന്നേരം അതുവഴിയൊക്കെ വെച്ച് കാണാം. ലെസ്വയ്ക്ക് വരാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങളിവിടെ ഫുൾ ടൈം ഉണ്ടാവും, എവിടെയും പോയില്ല. നിങ്ങള് വർക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, പോകുന്നുണ്ടോ? അതോ ഞങ്ങളിപ്പോ വർക്ക് കൊണ്ട് ഞങ്ങളൊരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു ഏരിയ ആണ്. ഞങ്ങൾ വർക്ക് ചെയ്ത ഫീൽഡിൽ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കാർ ഡീലർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തന്നെ ഒരു കാർ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അധികമായിട്ടില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനൊപ്പം തന്നെ ഇങ്ങനത്തെ കുറച്ച് പരിപാടി. ഓക്കെ നടക്കട്ടെ. എല്ലാത്തിനും ഓൾ ദി ബെസ്റ്റ്. പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും വന്നിരിക്കും. ഇൻസ്റ്റയിൽ പോസ്റ്റ് കണ്ടുവന്നിരിക്കും, വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എല്ലാവരുടെയും ഫ്യൂച്ചർ ലൈഫ് ഹാപ്പി ആവട്ടെ, പാർട്ട്നേഴ്സിനെ കിട്ടട്ടെ, ലൈഫ് സക്സസ്ഫുൾ ആവട്ടെ. അപ്പൊ ശരി, താങ്ക് യു.